നിന്നെ ദൈവം വാഴ്ത്തി വാഴ്ത്തുമോ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാന്യമായ നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ശാന്തിക്കുള്ള ദാസനെ രക്ഷിച്ച സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകി സ്വർഗീയ മണവാളനെ സ്തുതി. തന്റെ സഭയുടെ വിഭാഗത്തിലേക്ക് സ്വജാതിമാരെയും സകല വംശങ്ങളെ ക്ഷണിച്ചവനായ കർത്താവുമായിട്ടുള്ളതാകുന്നു. തന്റെ ദാസരുടെ മോചനമാണ് ഈ സമയത്തും എല്ലാ പെരുന്നാളുകളും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദയവോടെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യമുള്ള കുറവ് വരാതിരിക്കുമാറോ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വം നീ അതിനെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വിവാഹിച്ച് നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിനെ മോചനമായി വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യത പ്രകാശിച്ച മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ എന്ന് നൽകിയ നഗരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ ശ്രീയന്മാർ മൂലക്രമമായി അതിനെ നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന ആനന്ദം മോതിരത്തിൽ കൂടെ ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവ്, ഇപ്പോൾ നിന്റെ ബലഹീന ദാസരായ ഞങ്ങൾ ആശീർവദിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷവും അനുഗ്രഹിക്കണമേ. ഈ മോതിരത്തെ നീ അനുഗ്രഹിക്കുകയും ശാപമായി ഇതിനാ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാന സമ്പൂർണ്ണനും ഗർവമുള്ളവരുമായി തീരുകയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളും അകന്നിരിക്കാൻ കൃപയുടെ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, യുഗത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായി മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവെ, തിരുമുമ്പാകെ സന്നിധിയിലായിരിക്കുന്ന ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തി തിരുമുമ്പാകെ നിന്നെ തൃപ്തി വരാത്ത വിധം ഇടപെടാതെ നിന്റെ പിതാവിനെ പരിശുദ്ധമായി ശ്രദ്ധിക്കുകയും ചെയ്യുമാറാണമേ. ും
പരസ്പരം വിവാഹം ചെയ്യപ്പെടുകയും അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസനിൽ നിന്ന് മധുര യോഗ്യനാകണമേ. ആത്മാർത്ഥമായ സ്നേഹവും ഒഴുക്കും ശാന്തതയും വികാരമില്ലാത്ത ഐക്യവും ഇവരുണ്ടാവാറാകണമേ. ആത്മാവിനും ശരീരത്തിലുള്ള സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഈ മോദനത്തെ ഈ മക്കളുടെ ഈ ആശ്വസിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ വിവാഹം നിശ്ചയിച്ചിട്ടുള്ള മോദത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായി വലിയ ഇഷ്ടാനങ്ങളും നിന്നോടുകൂടി ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുവിന്റെ അനുഗ്രഹപൂർണ്ണമായി വളർത്തുകയും അദൃശ്യമായ ഇതിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്നേഹന്മാരെന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹം നിശ്ചയത്തിനുള്ള മോദനം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മാ ശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്ഥിതിയിലേക്കുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷിക്തൻ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുകയും പരിപാടിയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെ വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാവുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവക്ഷയമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ.
സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെളുപ്പിൻമുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശുശ്രൂഷ പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയിൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസ്യാനുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി ദൈവം പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ അവസരത്തിൽ ഞാൻ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഏതാനും മിനിറ്റുകൾ നിങ്ങളോട് ഈ വിവാഹ കൂദാശയെക്കുറിച്ച് നിങ്ങളോടും പ്രത്യേകിച്ച് ഈ വരനോടും വധുവിനോടും മിറ്റുവിനോടും സാറായോടും രണ്ടുപേരും വീട്ടുകാരും പരിചയക്കാരും എല്ലാം എല്ലാ വിധത്തിലും വീട്ടുകാരും അതിലുപരിയായിട്ട് പരിചയമുള്ളവരാണ്. അവർ അമേരിക്കയിലേക്ക് വരുന്നവരാണ്. മിറ്റു വരുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. സാറ അവിടെ ഉണ്ട്. അതുകൊണ്ട് അമേരിക്കയിൽ ചെല്ലുമ്പോഴും ദൈവനേച്ചയിൽ കാണുകയും അവരുമായിട്ട് കൂടുതൽ അവരുമായിട്ട് ഇടപെടുവാൻ ഉള്ള അവസരം ദൈവം ലഭിക്കും. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ ഏതാനും വാക്കുകൾ നിങ്ങളോട് പറയുവാനായി. ആദ്യമായിട്ട് എനിക്ക് പറയുവാനുള്ളത്, ഈ വിവാഹ കൂദാശ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. വിവാഹ കൂദാശ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഇറ്റ്സ് എ മിസ്റ്ററി. നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായില്ല. കാരണം ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ രണ്ട് വ്യക്തികൾ നമുക്കൊക്കെ അറിയാം. ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടു സന്തോഷമായിട്ട് തിരിച്ചു പോരും. അതേസമയത്ത് ഈ വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ, രണ്ട് കുടുംബത്തിൽ നിന്നുള്ള വ്യത്യസ്തമായ കുടുംബങ്ങളിൽ നിന്നുള്ള രണ്ട് വ്യക്തികൾ ഒരു വീട്ടിൽ വന്നിട്ട് അവര് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ആഴ്ചയിൽ 2-3 ദിവസമല്ല, പിന്നെ ആഴ്ചയിൽ 7 ദിവസവും, ഒരു വർഷത്തിൽ 52 ആഴ്ചയും എല്ലാം ഒരുമിച്ച് വെച്ച് താമസിക്കണം. എന്നിട്ടും അതുപോലെ പറയുന്നത് അച്ഛന്മാരും സഭയും ബന്ധുക്കളും എല്ലാം പറഞ്ഞ് നിങ്ങളെ സന്തോഷമായിട്ട് താമസിക്കണം. അതാണ് നമ്മൾ ഈ വിവാഹത്തെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കൃപ വേണം, കൃപയോടുകൂടി ആണ് അതിൽ നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ കാഴ്ചവെച്ചിട്ട്, ദൈവമേ എന്നെ പൗലോസ്ലിഹ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്.
ഗബ്രിയേൽ മാലാഖ വ്യത്യാസിനോട് പറഞ്ഞു, ഓൾ തിങ്സ് ആർ പോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ഇപ്പോൾ ഒരു മുൾക്കിരീടമാണ് ധരിച്ചിരുന്നത്. അതുകൊണ്ട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നമ്മളുടെ ഈ വിവാഹ ജീവിതത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അത് ദൈവം തരുന്ന അല്ലെങ്കിൽ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അതും നമ്മളുടെ ജീവിതത്തിന് അനുഗ്രഹകരവും നമ്മുടെ ജീവിതത്തിന് വളർച്ച ഉണ്ടാക്കുന്നതുമായ ഒരു സംഗതിയായിട്ട് നമ്മളെ കാണണം എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അമേരിക്കയിലും മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലും ഇപ്പോൾ കൂടുതലായിട്ട് ഇന്ത്യയിലും ഒക്കെയും പുതിയ ഒരു കാര്യമെന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും അല്ലെങ്കിൽ വിവാഹം കഴിക്കുവാൻ പോകുന്ന രണ്ടുപേരെ സ്ത്രീയും പുരുഷനും പരസ്പരം പരിചയപ്പെടുകയും അങ്ങനെ അവർക്ക് വിവാഹത്തിന് അവർ ഒത്തവരാണോ എന്ന് അവർ നിശ്ചയിച്ചു കഴിഞ്ഞിട്ട് അവർ നിശ്ചയിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ മാതാപിതാക്കന്മാരൊക്കെയും നിശ്ചയിച്ചു. അങ്ങനെയാണല്ലോ നമ്മളെ വിവാഹം കഴിച്ചുകൊണ്ടിരുന്നത്. പണ്ട് പറയുന്നുണ്ട് അമേരിക്കയിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളിൽ യു ഫോൾ ഇൻ ലവ്, സ്നേഹിതരാകുക അല്ലെങ്കിൽ ഫോൾ ഇൻ ലവ്. അതേസമയത്ത് ഇന്ത്യയെ പഴയ അറേഞ്ച് മാരേജിനെ കുറിച്ച് പറയുന്നത് ലവ് ആഫ്റ്റർ മാരേജ്. മറ്റേത് ബിഫോർ മാരേജ് എന്ന് പറയുന്നു, പക്ഷേ ആഫ്റ്റർ മാരേജ് നമ്മൾ ഫോളിങ് ഇൻ ലവ്. ഈ പലപ്പോഴും ഈ മോഡേൺ സൊസൈറ്റിയിലെല്ലാം വളരെ നാളുകൾ പരസ്പരം പരിചയിച്ചതിന് ശേഷം ഞങ്ങൾ കമ്പാറ്റബിൾ ആണോ, ഞങ്ങൾക്ക് പരസ്പരം ഒരുമിച്ച് പോകാൻ സാധിക്കുമോ എന്നുള്ള ആ ഒരു അവബോധം ഉണ്ടായിട്ടാണ് പലപ്പോഴും പലരും ചിന്തിക്കുന്നത് ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നത്. പക്ഷേ ഒരേ ആശയങ്ങളും ഒരേ ആഗ്രഹങ്ങളും ഒരേ ഗോൾസും ഒരു പരിധി വരെ അതെല്ലാം നല്ലതാണ്, പറഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതേ സമയത്ത് നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട്, ദൈവവിശ്വാസം വേണം, നല്ല ആശയങ്ങൾ വേണം, നല്ല ക്യാരക്ടർ വേണം. ഇതൊക്കെയും നമ്മൾ അന്വേഷിച്ചിരിക്കേണ്ടതാണ്. മാതാപിതാക്കന്മാർ മൂലമാണെങ്കിലും നമ്മൾ സ്വന്തമായിട്ടും ഇതൊക്കെയും ആയിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ. അതേ സമയത്ത് എത്ര പരസ്പരം സമന്വയനം ഉള്ളവരാണെങ്കിൽ തന്നെയും അടുത്ത് വരുമ്പോൾ നമുക്ക് പല വ്യത്യാസങ്ങൾ കാണും. പലരും വിവാഹം ബ്രേക്ക് ചെയ്യുന്ന ഒരു അനുഭവം നമ്മൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് നമ്മൾ ഒരു ആശയം നമ്മൾക്കുണ്ടാകും. അതെ, ഇപ്പോൾ ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, വിവാഹത്തിന് 5 സ്റ്റേജസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ 5 കൊല്ലം പുരുഷനും സ്ത്രീയും അല്ലെങ്കിൽ ചെറുപ്പക്കാരെ വളരെയധികം സന്തോഷത്തോടുകൂടി വളരെ ഒരു സ്വർഗീയ സുഖം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ കുറ്റങ്ങളൊന്നും അധികമായിട്ട് കാണുന്നില്ല. പക്ഷേ രണ്ടാമത്തെ 5 കൊല്ലം വരുമ്പോൾ ഞാൻ വിചാരിച്ചു പോലല്ലോ, എൻ്റെ ഭാര്യയ്ക്ക് ചില സംഗതികളൊക്കെ എന്നോട് വ്യത്യസ്തമാണല്ലോ, സാരമില്ല, ഞാനത് മാറ്റിയെടുത്തുകൊള്ളാം. ഭാര്യയും വിചാരിക്കും എൻ്റെ ഭർത്താവിന് ഞാൻ വിചാരിച്ചതുപോലല്ല, എങ്കിൽ കുഴപ്പമില്ല, ഞാൻ മാറ്റിയെടുത്തോളാം, ഭർത്താവിനെ മാറ്റിയെടുത്തോളാം. അങ്ങനെ രണ്ടുപേരും ഒരു അടുത്ത 5 കൊല്ലം കഴിഞ്ഞു. ഈ മൂന്നാമത്തെ 5 കൊല്ലം വരുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച സ്വല്പം കൂടെ കാര്യം ഗൗരവമാണ്. ഇദ്ദേഹത്തെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നില്ല. ഈ ഭാര്യ ഭർത്താവ് വിചാരിക്കും മനസ്സിലാകും, ഈ ഭാര്യ വിചാരിച്ചതുപോലെ അത്ര ഒരു പുഷോവറല്ല, ഇച്ചിരി കടുത്ത അല്ലെങ്കിൽ കടുപ്പമുള്ള ആളാണ്. അതുകൊണ്ട് പക്ഷെ കുഴപ്പമില്ല, അതുകൊണ്ട് ഒരു ടെൻഷൻ്റെ സമയമാണ്. പക്ഷെ 4ാമത്തെ ആ സ്റ്റേജിൽ വരുമ്പോൾ അതൊരു സക്സസ്ഫുൾ വിജയമുള്ളൊരു മാരേജ് ആണെങ്കിൽ അവർ മനസ്സിലാക്കണം, അതായത് എനിക്ക് മറ്റൊരാളെ ചേഞ്ച് ചെയ്യാൻ സാധ്യമല്ല. നമുക്ക് ലോകത്തിൽ ഒറ്റയാളെ മാത്രമേ ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ളൂ. അതാരാണ്? നമ്മൾ തന്നെ. നമുക്ക് ലോകത്തിൽ കഴിവുള്ളത് ഒറ്റയാളെ മാത്രമേ ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ളൂ, അത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ആ ഭാര്യ മനസ്സിലാക്കും, ഇയാളെ അങ്ങ് വിട്ടേക്കുക, അദ്ദേഹത്തിനുള്ള കഴിവുകളും ഇതൊക്കെയും അദ്ദേഹത്തിന് ഇരിക്കട്ടെ, അത് അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. ഏതായാലും ദൈവം തന്നതാണല്ലോ, ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. സദസ്വാക്കൾ പറഞ്ഞ പോലെ ഒരു നല്ല ഭാര്യയെ കിട്ടുന്നവൻ ഏറ്റവും വലിയ മുത്ത് ലഭിക്കുന്നു. അത് ഭാര്യയെക്കുറിച്ചും ശരിയാണ്, അല്ല ഒരു ഭർത്താവിനെ കുറിച്ചും ശരിയാണ്. ഏറ്റവും വലിയ ഒരു സംഭാവനയാണ്, ഏറ്റവും വലിയ ഗിഫ്റ്റ് ദൈവം തരുന്നു അതാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ദൈവം തന്ന ഈ ഗിഫ്റ്റാണ്, അദ്ദേഹം ആയിരിക്കുന്ന പോലെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുക. ഭാര്യ എന്ന് പറഞ്ഞാൽ ദൈവം തന്ന ഒരു ഗിഫ്റ്റാണ്. അതെന്ത് ഇതൊക്കെയാണെങ്കിലും അത് ദൈവം തന്ന ഗിഫ്റ്റാണ്. അനേക കഴിവുകൾ. അപ്പോൾ ആ ഒരു പുതിയ വിവക്ഷയോടുകൂടി കാഴ്ചപ്പാട് നമ്മൾ കാണുമ്പോൾ ഭാര്യയിൽ അനേക ഗുണങ്ങൾ നമ്മൾ കാണുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ കാണും. അത് ഇന്നും ഉണ്ട്. പക്ഷേ ഇത് ആ ഒരു കാഴ്ചപ്പാട് വരുമ്പോൾ നമുക്ക് ഭാര്യയിൽ അനേക ഗുണങ്ങൾ കാണും, ഭർത്താവിലും അനേക ഗുണങ്ങൾ കാണും. 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു പുതിയ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുക, മറ്റൊരാളെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാതെ നമ്മൾ ആ ഏക ഭാവത്തോടു കൂടി പൗലോസ്ലിഹ പറയുന്ന പോലെ നമ്മൾ
പരസ്പരം കീഴ്പ്പെട്ട് പരസ്പരം സ്നേഹിച്ച് സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിച്ച് അങ്ങനെയൊക്കെയാണല്ലോ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് സ്നേഹിക്കുക, സേവിക്കുക. നമ്മുടെ കർത്താവ് എങ്ങനെ ശിഷ്യന്മാരുടെ കാല് കഴുകിയോ മറ്റേ ആളെ സ്നേഹിക്കുക, സേവിക്കുക, അങ്ങനെ ഒരു വിഭാവനോട് വരുമ്പോൾ നമ്മൾ കൂടുതൽ അടുക്കുവാനായിട്ട് സാധിക്കും. ഫൈനൽ സ്റ്റേജായിട്ട് ഇത് 5 കൊല്ലം എന്ന് പറയുന്നെങ്കിലും 10 കൊല്ലം വെച്ച് നോക്കാം, ഏതായാലും കൂടെ ഫൈനൽ സ്റ്റേജായിട്ട് നോക്കുന്നത് നമ്മളെ ഞാൻ വിചാരിച്ച പോലെയല്ല. എൻ്റെ ഭർത്താവ് നല്ല മിടുക്കനാണല്ലോ, ഒത്തിരി കഴിവുകളുണ്ടല്ലോ, അത് പ്രത്യേക കഴിവുകളൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക മാത്രമല്ല പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഈ ഭാര്യയ്ക്കുള്ള കഴിവുകളൊക്കെയും അതൊക്കെയും അക്സെപ്റ്റ് ചെയ്യുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ഇതൊക്കെ ആ കഴിവുകൾ വളർത്തുവാനായിട്ട് ഒരു ഭർത്താവ് എന്ന രീതിയിൽ അവളെ സഹായിക്കുക. ഭർത്താവിൻ്റെ കഴിവുകൾ വളർത്തുവാനും അതിന് പ്രോത്സാഹനം കൊടുക്കുവാനായിട്ട് ഭാര്യയും പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ വരുമ്പോഴാണ് ദാമ്പത്യ ജീവിതം ഏറ്റവും ഭംഗിയായിട്ട് നടക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇതൊന്നും മാനുഷികമായിട്ട് സാധ്യമല്ല. നമ്മുടെ വിവാഹ ജീവിതത്തെ ഒരു ത്രികോണമായിട്ട് നമുക്ക് ചിത്രീകരിക്കാം. ആ ത്രികോണത്തിൻ്റെ മുകളിൽ ദൈവം, യേശു ക്രിസ്തു, 2 വശത്തും താഴെയുള്ള 2 വശത്തും ഭർത്താവും ഭാര്യയും എന്ന് ചിന്തിക്കുക. അപ്പോൾ ഈ ഭാര്യ ദൈവത്തോട് യേശു ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുമ്പോൾ മുകളിലോട്ട് പോകും, ഭർത്താവും ദൈവത്തോട് യേശു ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുമ്പോൾ മുകളിലോട്ട് പോകും. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ അവർ തമ്മിൽ അടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ യേശു ക്രിസ്തുവായിട്ട് ഒന്നാകും, പരസ്പരവും ഒന്നാകുന്ന ഒരു അനുഭവം. അതുകൊണ്ട് പേഷ്യൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്നൊരു കവി പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വർഗത്തിനെ കുറിച്ചുള്ള ഒരു ഇടയ്ക്കെങ്കിലും ഇത് ആ കുടുംബജീവിതം എന്ന് പറയുന്ന സ്വർഗം നമ്മൾ അനുഭവിക്കും. തീർച്ചയായിട്ടും നിങ്ങളൊക്കെയും കുടുംബജീവിതം സ്വർഗമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്നവരാണ്. അതേ സമയത്ത് നരകമാകുന്നത് കൊണ്ട് അതൊന്നും പേടിക്കണ്ട. എപ്പോഴും തിരിച്ച് ദൈവത്തിലേക്ക് വരിക. ദൈവമേ എന്നെ സഹായിക്കണമേ, എന്നെക്കുറിച്ച് തന്നെ എന്നെ നന്നാക്കിയാൻ ഞാൻ ശ്രമിക്കുക. അങ്ങനെ എൻ്റെ കുറ്റബോധം ഉണ്ടാകുമ്പോൾ, നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യുമ്പോൾ, അങ്ങനെ 2 പേരും ചെയ്യുമ്പോൾ, അങ്ങനെ മാത്രമേ വിവാഹ ജീവിതം നമുക്ക് സന്തോഷമാകുവാനായിട്ട് സാധ്യമുള്ളൂ. എല്ലാ സ്റ്റേജിലും ഈ സ്റ്റേജെല്ലാം ഒരു വിധത്തിൽ പറഞ്ഞാൽ ശരിയാണ്. രവീന്ദ്രനാഥ് ടാഗോർ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ഗ്രാമത്തിൽ ഒരു യാചകൻ നിൽക്കുകയാണ്, ഇങ്ങനെ യാചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം കേട്ടു, ആ യാചകൻ കേട്ടു, അവിടുത്തെ ചക്രവർത്തി അതുവഴി വരുന്നുണ്ട്. അപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി ഈ യാചകൻ അടുത്ത് നിന്നും ചക്രവർത്തി വരുമ്പോൾ എന്തെങ്കിലും തരുമായിരിക്കുമെന്ന് വിചാരിച്ചുള്ള പ്രതീക്ഷയോടുകൂടി. പക്ഷേ ആ ചക്രവർത്തി വന്നപ്പോൾ ഈ യാചകൻ കൈനീട്ടി നിൽക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹം താഴെ ഇറങ്ങി ആ യാചകനോട് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്നാ ഉണ്ട്? വളരെ നിരാശയായിപ്പോയി ഈ യാചകന്. അപ്പം പെട്ടെന്ന് അവൻ്റെ സഞ്ചിയിൽ നോക്കി അന്ന് രാവിലെ കിട്ടിയ നെൽമണികളിൽ ഒരു നെൽമണി മാത്രം എടുത്ത് ചക്രവർത്തിയുടെ കയ്യിൽ കൊടുത്തു. ചക്രവർത്തി തിരിച്ച് കയറി പോവുകയും ചെയ്തു. വീട്ടിൽ ചെന്നപ്പോൾ പിന്നെയും യാചന നടത്തിയ ശേഷം വളരെ നിരുത്സാഹപ്പെട്ട് വീട്ടിൽ ചെന്ന് വൈകിട്ട് ഈ സഞ്ചി എംപ്റ്റി ചെയ്തപ്പോൾ ആ നെൽമണികളെല്ലാം ഉണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു മണി മാത്രം നല്ല മിനുങ്ങിയിരിക്കുന്നു. അത് സ്വർണ്ണ നെൽമണിയായിട്ട് മണിയായിട്ട് അത് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോഴാണ് അവർ ആരെയും വിചാരിക്കുന്നത്, അയ്യോ എൻ്റെ ഉണ്ടായിരുന്ന എല്ലാ നെൽമണികളും രാജാവിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ചക്രവർത്തി കൊടുത്ത അതെല്ലാം സ്വർണ്ണ മണികളായി തീരുന്നവരും ഇത് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ ജീവിതം കുറച്ച് മാത്രം ദൈവത്തിന് കൊടുത്താൽ കുറച്ച് അനുഗ്രഹങ്ങൾ കിട്ടും. നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ വലിയ വലിയ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഈ വിവാഹം എന്ന് പറയുന്നത് ദൈവത്തിൽ അധിഷ്ഠിതമാണ്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു കൂദാശയാണ്, അത് അങ്ങനെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ സ്വർഗീയ അനുഭവം നമുക്ക് ലഭിക്കുവാനാണ്. അതേസമയത്ത് നമ്മളെ പ്രയാസങ്ങൾ വിവാഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അതൊരു നെഗറ്റീവായിട്ട് കാണാതെ അതിൽ നിന്നൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മളെ തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ട് മറ്റേയാളെ ബഹുമാനിക്കുകയും മറ്റേയാളെ വളർത്തിയെടുക്കുക. ഒരു ഭർത്താവ് ഭാര്യയെ വളർത്തിയെടുക്കണം, ബഹുമാനിക്കണം. എനിക്ക് ദൈവം തന്നിട്ടുള്ള ഗിഫ്റ്റാണ്. അതിപ്പോൾ ഞാനിവിടെ എല്ലാവരോടും പറയും, നിങ്ങൾ ഭാര്യമാരും ഭർത്താക്കന്മാരും മാറിയാണ് ഇരിക്കുന്നത്. പക്ഷെ ഒന്ന് മനസ്സുകൊണ്ട് കണ്ടോ ഭാര്യ അടുത്തിരിക്കുന്നതായിട്ട് വിചാരിച്ചു. ഇപ്പം നിങ്ങൾ ചിന്തിക്കണം, ഈ എൻ്റെ അടുത്തിരിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഭാര്യ ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. ഒരു മൂദേവിയും മൂശാട്ടമൊന്നുമല്ല. അതൊക്കെ ആയിരിക്കാം ശരിയാ, പക്ഷെ ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. അതുപോലെ ഭാര്യയും ചിന്തിക്കണം, ഇയാളെ എത്ര വിചാരിക്കുന്ന പോലെ മോശമൊന്നുമില്ല, ദൈവം തന്നതാണ്. അതുകൊണ്ട് മിസ്റ്റേക്സ് ഒന്നും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടു കൂട്ടരും ജീവിതാവസാനം വരെയും ഇത് നമ്മൾ തുറന്നുകൊണ്ടിരിക്കണം. നമ്മളെ തന്നെ ദൈവത്തേക്കിലേക്ക് അടുപ്പിക്കുകയും അങ്ങനെ ആ കുടുംബം ഒരു വലിയ സ്വർഗീയ അനുഭവമായിട്ട് ഇവർക്ക് നല്ല കുഞ്ഞുങ്ങളെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം നല്ല ആതിഥ്യമുള്ളവരായിട്ട്, എല്ലാവരെയും വെൽക്കം ചെയ്യുന്നവരായിട്ട്, എല്ലാവരെയും സമഭാവനയോടുകൂടി കാണുന്നവരായിട്ട്
വിശുദ്ധ കുർബാനകൾ സംബന്ധിക്കുകയും ആരാധനകൾ സംബന്ധിക്കുകയും ഒരു ക്രിസ്തീയ കൂട്ടായ്മയിൽ സഭയിൽ അംഗങ്ങളായിട്ട് വളർന്നുകൊണ്ട് അങ്ങനെ മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു സ്വർഗീയ അനുഭവം നിങ്ങൾക്കുണ്ടാകും. പ്രയാസങ്ങൾ പോയാലും അതും നന്മയ്ക്കായിട്ട് ദൈവം കൂടി ഭവിക്കും എന്നുള്ള നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ദൈവിക അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ നിങ്ങൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നിന്റെ നിത്യമായ സന്തോഷത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂടുതൽ നിന്നോട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്വർഗ്ഗത്തിലേക്ക് മാറാകണമേ. ഓശോ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവരും എന്നേക്കും നിലനിൽക്കുന്നവരുമായ സ്വയംഭൂം മാലാഖ
മാലാകുമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന ഇണക്കുന്ന വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദേവതോന്നിയ ദർശനത്തിലേക്ക് ഞങ്ങളെ തിരികെവരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രവൃത്തത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിയപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായി ഇരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മനവാളന്മാർക്കും മനവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസര കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും